ഹായ് ഫ്രണ്ട്സ്, രൂപേഷാണ്. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള വീഡിയോസിലെല്ലാം തന്നെ ജി എസ് ടിയിൽ രജിസ്ട്രേഷൻ, ജി എസ് ടി നമ്പർ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ്, രണ്ട് പ്രോസസ്സുകളായിട്ട് എന്നുള്ള കാര്യം സംസാരിച്ചു. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സപ്പോസ് എന്തെങ്കിലും കാരണം കൊണ്ട് അതിൻ്റെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയില്ല, ലെറ്റർ വന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോർ ഫയലിംഗ് ക്ലാരിഫിക്കേഷൻസ് എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കണ്ടു. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സ്വഭാവമാണ്, എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും അത് എന്തായി, ഇപ്പോഴത്തെ അതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഓഫ് കോഴ്സ് എല്ലാവർക്കും ഉള്ളതാണ്. അപ്പം നമ്മൾ അങ്ങനെ ജി എസ് ടിയുടെ സൈറ്റിലൊരു ക്ലാരിഫിക്കേഷൻ നമ്മൾ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് അത് എന്തായി എന്നുള്ള കാര്യം ട്രാക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുമോ, നമുക്ക് തന്നെ അറിയാൻ പറ്റുമോ എന്നുള്ളതാണ്, നമുക്ക് സൈറ്റിലൂടെ അറിയാൻ പറ്റുമോ എന്നുള്ളതാണ് ഒരു കാര്യം ഇപ്പോൾ നമുക്ക് സംശയമായിട്ട് വന്നത്. അപ്പോൾ അതിന് തീർച്ചയായിട്ടും നമ്മുടെ ജി എസ് ടിയുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെന്ന് വിചാരിക്കുന്നു. gst.gov.in പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ സർവീസസ് എന്നുള്ള ഒരു ടേബിൾ സെലക്ട് ചെയ്യുക. അതിനുള്ളിലുള്ള ഓപ്ഷനായിട്ടുള്ള ഇപ്പോൾ ലൈക്ക് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഫോർ ഫയലിംഗ് ക്ലാരിഫിക്കേഷൻ പോലെയുള്ള അതിനോടൊപ്പം തന്നെ ട്രാക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നുള്ളൊരു ബാർ നിങ്ങൾക്ക് കാണാം. ട്രാക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ്, നിങ്ങളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾ മുന്നേ ചെയ്തിട്ടുള്ള ARN നമ്പർ വെച്ചിട്ട് നിങ്ങളുടെ റെഫറൻസ് വെച്ചിട്ട് അവിടെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റാറ്റസ് എന്തായി എന്നുള്ള കാര്യം, അതായത് അത് സ്റ്റിൽ ക്ലാരിഫിക്കേഷനിലാണോ, അല്ലെങ്കിൽ അത് നിങ്ങൾ കൊടുത്ത ക്ലാരിഫിക്കേഷൻ്റെ ബേസിസിൽ അത് പ്രോസസ്സിങ്ങിലാണോ, അല്ലെങ്കിൽ അത് റിജക്റ്റഡ് ആയോ അപ്രൂവഡ് ആയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആ സ്റ്റാറ്റസിൽ നിങ്ങൾക്ക് അവിടെ അത് മെൻഷനായിട്ട് അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഇപ്പോൾ അതിൻ്റെ കറൻ്റ്ലി അത് പ്രോസസ്സിങ്ങിലാണോ, അല്ലെങ്കിൽ അത് ആക്സെപ്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ആക്സെപ്റ്റ് ആയി, അല്ലെങ്കിൽ ആ കാര്യം, അല്ലെങ്കിൽ റിജക്റ്റഡ് ആണെങ്കിൽ റിജക്റ്റഡ് ആയി എന്നുള്ള കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ ഈ ട്രാക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് വിനിയോഗപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് എന്താണെന്നുള്ള കാര്യം അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ന് ഈ ഒരു ഫീച്ചർ നിങ്ങൾ മനസ്സിലാക്കുക. കൂടുതൽ GST പറ്റി കൂടുതൽ അറിയാനായിട്ട് സ്റ്റേ ട്യൂൺഡ് വിത്ത് ക്യാപിടാക്സ് ഇന്ത്യ. താങ്ക് യു.